ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിളവെടുപ്പ് കണ്ടോ? കുമ്പളങ്ങയാണ്. ആ കുമ്പളങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തനിയേ കുരു വീണ് ഇങ്ങനെയോ കുരു വീണ് മുളച്ചു വന്നതാണ്. ഞങ്ങളൊക്കെ കളയാതെ വെച്ചോണ്ടിരുന്നു. കണ്ടോ, നല്ല മുഴുത്ത കുമ്പളങ്ങ. തനിയെ വിത്ത് വീണ് മുളച്ച കുമ്പളങ്ങ ആയതുകൊണ്ട് നല്ല മുഴുപ്പ്, ഒരു കേടുമില്ല. കണ്ടോ, ഇങ്ങനെ മിറ്റലിൻ്റെ ഇടയ്ക്ക്, മിറ്റത്ത് മുഴുവൻ മിറ്റലാണേ, ആ മെറ്റലിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ മുളച്ചു വന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ടെറസിലോട്ട് കയറ്റി വിട്ടു. അപ്പോൾ അതില്ലേ, ഈ സൺഷെയ്ഡിൻ്റെ അവിടെയാണ് പാരപ്പറ്റയില അങ്ങോട്ടാണ് കയറിപ്പോയത്. കണ്ടോ, നല്ല കുമ്പളങ്ങ. ഈച്ചയൊന്നും കുത്താതെ നല്ലതായിട്ട് കിട്ടി. കണ്ടോ, തനിയെ ഉണ്ടായപ്പോൾ നല്ലപോലെ കിട്ടുവേ. നമ്മൾ നാട്ടിൽ ഉണ്ടാക്കിയ അതുപോലെ നല്ലപോലെ കിട്ടുകയില്ല അല്ലേ. ഇവിടെ നല്ല മഞ്ഞ കളർ പോവും. സാമ്പാർ വെക്കാം, മോരിൻ്റെ അകത്തിടാൻ, മോര് കറി വെക്കാം, പച്ചടി വെക്കാം, കിച്ചടി വെക്കാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വെള്ളരിക്കയും കിട്ടി, തനിയെ ഉണ്ടായിട്ട്. ഇപ്പം കുമ്പളങ്ങ കിട്ടി. 2-3 കുമ്പളങ്ങ ഉണ്ട്, കണ്ടോ, നല്ല മുഴുത്ത കുമ്പളങ്ങ. അപ്പോൾ ഒരെണ്ണം ഇന്ന് വിളവെടുക്കുകയാണ്. പണ്ട് ഒരു മരുന്നുണ്ടായിരുന്നു, ചുമയും കഫക്കെട്ടുമൊക്കെ വരുമ്പോൾ അത് മാറാൻ വേണ്ടി വെറും വയറ്റിൽ കുമ്പളങ്ങ നീരും കരിയാപ്പില നീരും കൂടെ കഴിക്കുക. കുമ്പളങ്ങ കുത്തിപ്പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക, കറിവേപ്പില അതുപോലെ കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. സമം എടുത്തിട്ട് 1 സ്പൂൺ കുമ്പളങ്ങ നീരും 1 സ്പൂൺ കറിവേപ്പില നീരും എടുത്തിട്ട് യോജിപ്പിച്ചിട്ട് അത് കഴിക്കുക. വെറും വയറ്റിൽ എന്നും കഴിക്കുമായിരുന്നു. രാവിലെ അങ്ങനെ വെറും വയറ്റിൽ എന്നും കഴിച്ചു കഴിഞ്ഞ് 2-3 ആഴ്ച കഴിക്കുമ്പോൾ ഇത് മാറുമായിരുന്നു. അത് നമ്മൾ വീട്ടിൽ നട്ട കുമ്പളങ്ങയും കറിവേപ്പും വേണം, മേടിച്ച പറ്റിയാലേ. അങ്ങനെയൊക്കെ ഞങ്ങൾ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം ചുമയും കഫക്കെട്ടുമൊക്കെ മാറുമായിരുന്നു. കുമ്പളങ്ങ നീര് കഫക്കെട്ട് അലിയിപ്പിച്ച് കളയുമെന്നാണ് പറയുന്നത്. പണ്ടങ്ങനെ ഞങ്ങളെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുമ്പളങ്ങയൊക്കെ കാണുമ്പോഴേ ഞാൻ ആ കാര്യമൊക്കെ ഓർക്കും. പണ്ട് മരുന്ന് ഒത്തിരി കഴിച്ചാണുള്ളത്. കണ്ടോ, എന്നും ഞങ്ങൾ ഇടയിലോട്ടാണ് കിടക്കുന്നത്, ഇലയുടെ അടിയിലേ. അപ്പോൾ എന്നും ഞങ്ങൾ ഇത് ഇലകൾ പൊക്കി നോക്കും, അവിടെ ഉണ്ടോ അത് കേടായോ. കണ്ടോ, ഇലക്കിടെ കണ്ടോ. ഇടയ്ക്ക് കേടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു. അതിൻ്റെ ചുവട്ടിൽ സ്ലറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറിയെ. മിറ്റലിൻ്റെ പുറത്തെല്ലാം ഉണ്ടായിരിക്കുന്നത്, മണ്ണൊന്നും ഇല്ല. അതുകൊണ്ട് മിറ്റലിൻ്റെ ഇടയിൽ ഇച്ചിരി മണ്ണ് കാണുമേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ടായത് അരി വീണ്. മിറ്റിലേലുണ്ടായത് കൊണ്ട് വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്ലറി മാത്രം ഒഴിക്കും, മണ്ണൊന്നുമില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വിളവെടുപ്പിൻ്റെ അന്ന് വഴുതനയുടെയൊക്കെ കൂടെ ഒരു വെള്ളരിക്ക വിളവെടുത്തു, അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. അതും ഇങ്ങനെ തനിയും ഉണ്ടായതാണ് കേട്ടോ, തനിയും മുളച്ചു വന്നതാണ് വെള്ളരിക്ക. കുമ്പളങ്ങയൊക്കെ 2 എണ്ണം വന്നു.
ഉണ്ടോ ഇങ്ങനെ പാരപ്പറ്റക്കട സൺഷെയ്ഡിൽ കട കയറി കിടക്കുന്ന കണ്ട കൂട്ടുകാരെ. രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പം നടണുള്ളൂ. കണ്ടോ നല്ല കളറല്ലേ, ഒരു കേടുമില്ല, കിട്ടി. ഇതിൻ്റെയൊക്കെ തളിരയില ഞങ്ങൾ കറി വെക്കും. മത്തങ്ങയിലയും കുമ്പളയിലയും ചൊരക്കായിലയും എല്ലാം കൂട്ടി കറി വെക്കും. കർക്കിടകത്തിലൊക്കെ പത്തല കറി വെക്കല കൂടെ, കുമ്പല മാത്രം ഞുള്ളിക്കറി വെക്കും. അപ്പോൾ ഈ പ്രാവശ്യം തനിയെ വീണ് മുളച്ച കുമ്പളങ്ങയും വെള്ളരിക്കയും അത് രണ്ടും നല്ല മുഴുത്തതായിട്ട് കിട്ടുകയും ചെയ്തു. വളമൊന്നും ചേർക്കാത്ത. അതുകൊണ്ട് ടെറസൊക്കെ കയറി കിടക്കുന്നുണ്ട്. ഇങ്ങനെ താഴെ നിന്ന് ഞങ്ങളൊരു പള്ളി കെട്ടിക്കൊടുത്തേ മുകളിലോട്ട്, അന്നത്തെ കട കയറി. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പ്ലാസ്റ്റിക് വള്ളി മുകളിലോട്ട് കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു കല്ലും കെട്ടി വെച്ചു. എന്നിട്ട് ടെറസിൽ അത് കല്ല് വെച്ചു. കണ്ടോ നല്ല രസമുണ്ട് കാണാൻ, ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ, കേടില്ലാതെ. കണ്ടോ. താങ്ക് യു സോ മച്ച്.